ഇപ്പോൾ കോൺഗ്രസ് നേതാവ് PC വിഷ്ണുനാഥ് ഇപ്പോൾ എന്തോ ഒരു കാര്യം പറയുന്നതിന് വേണ്ടി മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. തത്സമയം എന്താണ് പറയുന്നതെന്ന് നോക്കാം. എത്രയോ കാലമായിട്ട് ഇവർ സ്വീകരിക്കുന്ന ഒരു ശൈലിയാണിത്. ഞങ്ങൾ TP ശ്രീനിവാസനെ തല്ലിയത് അദ്ദേഹം അവിടുത്തെ സമരക്കാരെ അസഭ്യം പറഞ്ഞുകൊണ്ടാണെന്നുള്ളൊരു ക്യാപ്സ്യൂള് കുറേയായി കറങ്ങുന്നുണ്ട്. അതുതന്നെയാണ് ഇന്നലെ SFIയുടെ നേതാവ് ആർഷോ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ തിരിച്ച് നമുക്ക് ചോദിക്കാനുള്ളത്, ഇവരെന്തിനാണ് ഈ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പരിഷ്കാരങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാനാണല്ലോ അന്ന് അതിന്റെ വൈസ് ചെയർമാനായിരുന്ന ശ്രീ TP ശ്രീനിവാസൻ അവിടെ എത്തിയത്. അവിടേക്ക് എന്തിനാണ് SFI മാർച്ച് നടത്തിയത്? അതിനല്ലേ SFIക്കാര് മറുപടി പറയേണ്ടത്. അല്ലാതെ SFIക്കാരുടെ വീട്ടിൽ വന്ന് TP ശ്രീനിവാസൻ ചീത്ത വിളിച്ചപ്പോ അദ്ദേഹത്തെ അവിടെ വെച്ച് ഇവർ മർദ്ദിച്ചതല്ലോ. ഇവർ അവിടെ സമരം ചെയ്തത് എന്തിനായിരുന്നു? ഈ മാധ്യമങ്ങളുടെ ലൈബ്രറിയിൽ മുഴുവൻ അതിന്റെ വിഷ്വൽ ഉണ്ടെന്നിരിക്കെ പോലും ഇങ്ങനെ പച്ചക്കള്ളം പറയാൻ ഇവർക്ക് കിട്ടുന്ന ഒരു ധൈര്യമാണ്. ഇവർക്ക് എന്ത് വൃത്തികാടും എന്ത് ഹീനപ്രവൃത്തിയും ചെയ്യാനുള്ള ലൈസൻസായിട്ട് അവർ ഉപയോഗിക്കുന്നത്. എന്റെ ചോദ്യം, അന്ന് സ്വകാര്യ സർവകലാശാലകൾക്ക് SFI നയപരമായി അനുകൂലമായിരുന്നു ഇല്ലയോ എന്നുള്ളതാണ്. അതിനുശേഷമാണല്ലോ TP ശ്രീനിവാസനെ മർദ്ദിക്കുന്നത്. അപ്പൊ അവിടെ SFI നടത്തിയ ഉപരോധം എന്തിനാണ്? സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിൽ വേണ്ട എന്നുള്ളതാണ്. അവിടെ അന്നത്തെ SFIയുടെ പ്രസിഡന്റ് പ്രസംഗിച്ചത് എന്താണ്? അദ്രബും ഉമ്മൻചാണ്ടിയും കോടിക്കണക്കിന് രൂപ കോഴ വാങ്ങിയിരിക്കുന്നു സ്വകാര്യ സർവകലാശാലകൾ തുടങ്ങുന്നതിന് വേണ്ടി. കേരളത്തിൽ സ്വകാര്യ സർവകലാശാലകൾ തുടങ്ങാൻ SFI ഉള്ളിടത്തോളം കാലം അനുവദിക്കില്ല എന്നുള്ളതായിരുന്നല്ലോ നിലപാട്. ആ നിലപാടിന്റെ ഭാഗമായി നടത്തിയ ഉപരോധ സമരത്തിന്റെ അടുത്തേക്ക്, ആ ഉപരോധ സമരം നടക്കുന്നിടത്തു നിന്നും അകത്തേക്ക് കയറാൻ ശ്രമിച്ച TP ശ്രീനിവാസനെയാണ് SFIക്കാർ തല്ലി താഴെയിട്ടത്. അത് ലോകം മുഴുവൻ കണ്ടിട്ട് പുതിയ ക്യാപ്സ്യൂളുമായിട്ട് ഇറങ്ങുകയാണ്. അപ്പൊ എന്ത് പ്രശ്നം എന്താ? നിങ്ങൾ എന്തിനാണ് അവിടെ ഉപരോധം സംഘടിപ്പിച്ചത്? നിങ്ങൾ സ്വകാര്യ സർവകലാശാലകൾക്കെതിരായിരുന്നു. പിന്നെ എപ്പോഴാണ് നിങ്ങൾ സ്വകാര്യ സർവകലാശാലയ്ക്ക് അനുകൂലമായത്? ഇപ്പോ കൂത്തുപറമ്പിലെ വെടിവയ്പുണ്ടാകുന്ന പരിയാരം മെഡിക്കൽ കോളേജ് വിദ്യാഭ്യാസത്തിന്റെ സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണത്തിന്റെ അജണ്ടയാണ് എന്ന് പറഞ്ഞാണല്ലോ സമരം നടത്തിയത്. നിയമസഭയിൽ ചോദിച്ചതുപോലെ ഇപ്പോ ആഗോളവൽക്കരണം മസിനഗുഡി വഴി ഊട്ടിയിലേക്ക് പോയോ? പോയിട്ടില്ലല്ലോ. അതോ ഈ പുതിയ ആഗോളവൽക്കരണം ഗോവിന്ദൻ മാഷ് പറയുന്നത് പോലെ AI കാലത്തെ ആഗോളവൽക്കരണം ഞങ്ങൾ സ്വീകരിക്കുന്നു, AI കാലത്തെ സ്വകാര്യവൽക്കരണം ഞങ്ങൾ സ്വീകരിക്കുന്നു. ഇത് നേരെ ചൊവ്വേ കേരളത്തിലെ ജനങ്ങളോട് അന്ന് ഞങ്ങളെടുത്ത നിലപാട് തെറ്റായി പോയി എന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. ഇന്ന് ഞങ്ങൾ തിരുത്തുന്നു പറഞ്ഞാൽ അതിന് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കും. അതിനു പകരം TP ശ്രീനിവാസൻ തെറി വിളിച്ചു, അതുകൊണ്ട് ഞങ്ങൾ അടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് അമേരിക്കയിൽ അംബാസിഡറൊക്കെ ആയിരുന്ന, ലോകത്ത് ആളുകൾ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അത് ഇത്തരം കളവ് പറഞ്ഞ് കൂടുതൽ അപഹാസ്യരാകുന്നതിനേക്കാൾ നല്ലത്. മന്ത്രി ബിന്ദുവിന്റെ പ്രസ്താവന ഞാൻ കേട്ടു. ബിന്ദു മാഡം പറയുന്നത് ആർഷോ പറയുന്ന പോലല്ല, ആണോ? ഓരോന്നിനും ഓരോ സമയമുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ ആലോചിച്ച്, ഇത് ഞാൻ നേരത്തെ വേറെ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ഈ ബുദ്ധി നമുക്ക് നേരത്തെ തോന്നാഞ്ഞത് എന്ത് ദാസാ? ഓരോന്നിനും ഓരോ സമയമുണ്ട് വിജയ എന്ന് പറയുന്ന പോലെ വിജയന്റെ ദാസന്മാർ ഇതൊക്കെ സ്വീകരിച്ചോട്ടെ, ഞങ്ങൾക്ക് സ്വീകരിക്കാൻ തൽക്കാലം ഈ ന്യായീകരണം സ്വീകരിക്കാൻ മനസ്സില്ല. ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ മുൻ വൈസ് ചെയർമാൻ TP ശ്രീനിവാസനെ SFI നേരത്തെ സ്വകാര്യ കോളേജുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എതിർക്കുകയും കയറി തല്ലുകയും ചെയ്ത സംഭവം, ആ സംഭവത്തെ SFI ഇപ്പോൾ പുതിയ ക്യാപ്സൂളിലൂടെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് PC വിഷ്ണുനാഥ് MLA ഇപ്പോൾ തത്സമയം നമ്മോട്, ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത്. ഇടവേള കഴിഞ്ഞ് തിരികെ എത്തുമ്പോൾ കാത്തിരിക്കുന്ന വാർത്ത, ഡൽഹിയിലെ പുതിയ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ 19-ന് നടക്കുമെന്നുള്ള സൂചനകൾ പുറത്തു വരുന്നു എന്നുള്ളതാണ്. അതടക്കമുള്ള വാർത്തകളിലേക്ക് ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. കേരള വിഷൻ ന്യൂസിൻ്റെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വാർത്തകൾ തത്സമയം ഞങ്ങളുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിലൂടെയും പ്രേക്ഷകർക്ക് കാണാൻ കഴിയും എന്ന കാര്യം ഓർമ്മിപ്പിക്കട്ടെ. ഇടവേള കഴിഞ്ഞ് തിരികെ എത്താം.
ക്യൂട്ടി ബ്രഷ് ആൻഡ് ബാത്ത് ഇപ്പോൾ 28 രൂപയുടെ ക്യൂട്ടി സോപ്പിനൊപ്പം 10 രൂപയുടെ വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ് തികച്ചും സൗജന്യം. ഇത്തിരി ക്യൂട്ടി ഒത്തിരി ബ്യൂട്ടി. മൈ ചോയ്സ്, നാലാൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്.